IPL-ലെ രണ്ടാമത്തെ മത്സരം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ യുവ വിക്കറ്റ് കീപ്പറായ ഇഷാൻ കിഷനെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചുവരമായിരുന്നു. ഒരുപക്ഷെ അതൊരു മധുര പ്രതികാരം എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ച താരമാണ് ഇഷാൻ കിഷൻ. പക്ഷേ ലേലത്തിൽ മുംബൈ ഇഷാനെ കൈവിട്ടപ്പോഴാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് രണ്ട് കൈയും നീട്ടിക്കൊണ്ട് ഇഷാൻ കിഷനെ അവരുടെ ടീമിലേക്ക് വരവേറ്റത്. ആ ഒരു വരവേൽപ്പ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഓറഞ്ച് ജേഴ്സിയിലെ ഇഷാൻ കിഷന്റെ ആദ്യ മത്സരം സെഞ്ചുറിയുമായി തകർത്തടിക്കുകയായിരുന്നു ഇഷാൻ കിഷൻ. നമുക്കറിയാം, ഇതിനു മുമ്പ് BCCI അദ്ദേഹത്തെ വാർഷിക കരാറിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇഷാനെയും ശ്രേയസ് അയ്യരെയും BCCI പരിശീലന മത്സരങ്ങളിലും രഞ്ജി ട്രോഫി പോലുള്ള മത്സരങ്ങളിലും കളിക്കാൻ പറഞ്ഞപ്പോൾ അവർ അത് വിസമ്മതിച്ചപ്പോൾ ആ സമയത്ത് വാർഷിക കരാറിൽ നിന്നും പുറത്താക്കിയിരുന്നു ഇരുവരെയും. ആ സമയത്ത് അതിനുശേഷം ഇഷാൻ ആഭ്യന്തര ക്രിക്കറ്റിൽ പിന്നീട് കളിക്കാമെന്ന് അറിയിച്ചിരുന്നെങ്കിലും BCCI ഇന്ത്യൻ ടീമിൻ്റെ വാതിലുകൾ അദ്ദേഹത്തിന് മുന്നിൽ ഇങ്ങനെ കൊട്ടി അടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇഷാനെ സംബന്ധിച്ചിടത്തോളം 106 റൺസുമായി ഈ ഒരു തിരിച്ചുവരവ് അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. 47 പന്തിലാണ് തൻ്റെ ആദ്യ മത്സരത്തിൽ, അരങ്ങേറ്റ മത്സരത്തിൽ സൺറൈസേഴ്സിനായി തിളങ്ങിയ സെഞ്ചുറിയുമായി ഇഷാൻ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചത്. ഇഷാന്റെ സെഞ്ചുറി 106 റൺസ്, അതുപോലെ ഓപ്പണറായ ട്രാവിസ് ഹെഡിന്റെ 67 റൺസ്, അഭിഷേക് ശർമ്മയുടെ മികച്ച പ്രകടനം, ഇവയൊക്കെ കൂടി ചേർന്നപ്പോൾ 286 എന്ന മാമോത്ത് സ്കോറാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെതിരെ നേടിയത്. രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിര എന്ന് പറയുമ്പോൾ സഞ്ജു സാംസൺ അല്ല ഈ മത്സരത്തിൽ, അവരുടെ നായകനായിട്ടുള്ളത് സഞ്ജുവല്ല, അവരുടെ നായകനായിട്ടുള്ളത് യുവതാരമായ റിയാൻ പരാഗാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി മികവുകൾ ഒന്നും നമ്മൾ കാണാൻ കഴിയാതെ, അല്ലെങ്കിൽ ക്യാപ്റ്റൻസി അതീവ ശോകമായിരുന്ന ഒരു മത്സരമാണ് ഈ ഒരു ഇന്നിങ്സിൽ നമ്മൾ കണ്ടത്. രാജസ്ഥാൻ റോയൽസ്, സഞ്ജുവില്ലാതെ ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസ്, അവരുടെ ക്യാപ്റ്റൻ്റെ അഭാവം ശരിക്കും നീളിച്ച മത്സരം തന്നെയായിരുന്നു ഇത്. ഈ മത്സരത്തിൽ 286 റൺസ് വഴങ്ങിയതിനൊപ്പം തന്നെ രാജസ്ഥാൻ റോയൽസിൻ്റെ അവരുടെ നിര ഈ ഒരു സീസണിൽ അതീവ ദുർബലമാണ് എന്ന് തെളിയിക്കുന്ന മത്സരം കൂടിയായിരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ അവരുടെ പ്ലേയിങ് ലെവലിൽ സ്ഥിരമായി ഉണ്ടായിരുന്ന 4 പേർ ഇല്ലാതെയാണ് രാജസ്ഥാൻ ഈ മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങിയത്. നമുക്കറിയാം, ട്രെന്റ് ബോൾട്ട് അവരുടെ പ്ലേയിങ് ലെവലിൽ സ്ഥിരമായി അവസരം ലഭിച്ചിരുന്ന താരമായിരുന്നു. ജോസ് ബട്ട്ലറുടെ സാന്നിധ്യമില്ല. അതുപോലെ രവിചന്ദ്ര അശ്വിൻ, യശ്വേന്ദ്ര ചാഹൽ തുടങ്ങിയ മുതിർന്ന പരിചയസമ്പന്നരായ സ്പിന്നേഴ്സിനെയും അവരെയൊക്കെ ഈ ലേലത്തിൽ കൈവിട്ട ടീമാണ് രാജസ്ഥാൻ റോയൽസ്. അപ്പോൾ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഏറ്റവും മികച്ച ഫോമിൽ ബാറ്റ് ചെയ്തുകൊണ്ട് ഇഷാൻ കിഷൻ അവരെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് ഇഷാൻ കിഷൻ അവരെ വലിയ സ്കോറിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ച. ഇഷാൻ കിഷന്റെ തിരിച്ചുവരവ് ടീമിലേക്ക്, നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യൻ ടീമിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഇഷാൻ കിഷന്റെ ഫോമിലേക്കുള്ള തിരിച്ചുവരവ് തീർച്ചയായും ഇത് സെലക്ടർമാർക്ക് മുന്നിൽ അദ്ദേഹം താൻ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സെഞ്ചുറി ആയി എന്ന് തന്നെ പറയാം.